നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയും LDF എന്ന മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ശൂന്യമായ കൈകൾ കൊണ്ടാണ്. 2016 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കുറ്റപത്രം വായിച്ചുകൊണ്ട് യുദ്ധം നടത്താൻ അറിയാമായിരുന്നു. അഴിമതി, വികസനമില്ലായ്മ തുടങ്ങിയ വലിയ വിഷയങ്ങൾ ഉയർത്തി മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റായി പിണറായി ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ LDF വരും, എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യവുമായി രംഗത്തെത്തി. 2021 രണ്ടാമത് പിണറായി വിജയൻ അധികാരത്തിൽ എത്തിച്ചതും ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ ഭരണമായിരുന്നു. ദുരന്തങ്ങളിൽ ക്യാപ്റ്റനായ പിണറായിക്ക്, വികസന നായകനായ പിണറായിക്ക് ഒരിക്കൽ കൂടി അവസരം തരൂ, നേരത്തെ തുടങ്ങി വെച്ചതെല്ലാം പൂർത്തിയാക്കാം എന്നായിരുന്നു പ്രഖ്യാപനം. മൂന്നാമത് ഒരു തെരഞ്ഞെടുപ്പിന് പിണറായി നേതൃത്വം കൊടുക്കുമ്പോൾ മുമ്പോട്ട് വയ്ക്കാൻ മുദ്രാവാക്യങ്ങളൊന്നുമില്ല. 10 വർഷം അവസരം നൽകിയിട്ടും എന്തുണ്ടാക്കി എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. ഏത് വീട്ടിൽ ചെന്നാലും ശബരിമലയിലെ ഭഗവാനെ കട്ടെടുക്കാൻ ശ്രമിച്ചതിനെ കുറിച്ചാണ് ചോദ്യം. കട്ടെടുത്തത് സോണിയാഗാന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചത് കള്ളസഖാക്കളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തു ചെയ്യും? വികസനത്തെക്കുറിച്ച് പറഞ്ഞ് തടി തപ്പാം എന്നാണ് പിണറായി പറയുന്നത്. 110 സീറ്റ് നമുക്ക് കിട്ടും, നമ്മൾ വികസനത്തെക്കുറിച്ച് പറയണം എന്ന് മന്ത്രിമാരെ വിളിച്ച് പിണറായി ഉപദേശിച്ചിട്ടുണ്ട്. ദുർഭരണം അടുത്ത് ജനങ്ങളെ പേടിച്ച് വീട്ടിൽ കയറാൻ ഭയക്കുന്ന നേതാക്കന്മാർ വികസനത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴേ തെറിവിളിയാണ് വീണ്ടും കേൾക്കുന്നത്. എന്ത് വികസനം എന്നാണ് പറയുന്നത്? ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുന്നു. ഇക്കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ മാധുവിൻ്റെ ഒരു ചർച്ച കണ്ടു. DYFI നേതാവ് VK സനോജും കോൺഗ്രസ് നേതാവ് രാജു P നായരും തമ്മിലുള്ള തർക്കമാണ്. VK സനോജ് വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ ഈ വിവാദങ്ങൾ വിടൂ, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് വെല്ലുവിളി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം മുട്ടിയപ്പോഴാണ് വികസനത്തെക്കുറിച്ച് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചത്. രാജു P നായർ വിട്ടില്ല. എന്ത് വികസനമാണ് നിങ്ങൾ ചെയ്തത്, ഏതെങ്കിലും ഒരെണ്ണം പറയൂ എന്ന് ചോദിച്ച് രാജു P നായർ രംഗത്ത് വന്നു. സനോജിന് ഉത്തരം മുട്ടി. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത എനിക്കില്ല എന്നായി സനോജ്. ഇത് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥയുടെ സൂചനയാണ്. ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ വയ്യ. അയ്യപ്പനെ കട്ടതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉത്തരമില്ല. സ്വർണം കടത്തിയതിനെക്കുറിച്ചും കറൻസി കടത്തിയതിനെക്കുറിച്ചും ചോദിക്കുമ്പോൾ ഉത്തരമില്ല. എന്ത് വികസനം നടത്തി എന്ന് ചോദിക്കുമ്പോൾ മോദി നടത്തിയ ദേശീയപാതയുടെയും ഉമ്മൻചാണ്ടിയും മോദിയും കൂടി ചേർന്ന് നടത്തിയ വിഴിഞ്ഞം പദ്ധതിയുടെയും പേരാണ് പറയുന്നത്. അല്ലാതെ ഒന്നും ചൂണ്ടിക്കാട്ടാനില്ല. തിരുവനന്തപുരത്ത് ഭാഗികമായി പൂർത്തിയാക്കിയ സ്മാർട്ട് സിറ്റി അടക്കം എല്ലാ പദ്ധതികളും കേന്ദ്ര സഹായത്തോടെയാണ്. 10 വർഷം അധികാരത്തിലിരുന്നിട്ടും സ്വന്തമായി ഒരു പദ്ധതിയും നടപ്പിലാക്കാത്തത് കൊണ്ട് ഉത്തരം പറയാൻ വിഷമിക്കുകയാണ്. ഒരു വിഷയവും ഇല്ലാതെ വന്നതുകൊണ്ടാണ് പിണറായി വിജയൻ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി വർഗീയ വിഷം പ്രയോഗിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പിണറായിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിവിട്ട് നിരന്തരമായി വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയതയെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അപ്പോൾ തന്നെ അവരെ തീവ്രവാദിയാക്കും. അതിനുശേഷം പിണറായിയും MV ഗോവിന്ദനുമൊക്കെ ചേർന്ന് വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിച്ച് ന്യായീകരിച്ച് രംഗത്തെത്തും. അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ അതേ രീതി. ഹിന്ദുവിനെയും മുസൽമാനെയും 2 തട്ടിലാക്കിയായിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചത്. അതേ തന്ത്രം തന്നെയാണ് പിണറായി തൻ്റെ 3ാം ഭരണത്തിന് വേണ്ടി എടുക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് വേണ്ടത്ര ഗൗരവം ജനങ്ങൾ കൊടുക്കുന്നില്ല. അത് വെള്ളാപ്പള്ളിയല്ലേ പറഞ്ഞത് എന്ന ചർച്ചയുണ്ടായപ്പോഴാണ് സാക്ഷാൽ AK ബാലനെ തന്നെ രംഗത്തിറക്കി പിണറായി ആ ലക്ഷ്യം ഒരിക്കൽ കൂടി അടിവരയിട്ടത്. AK ബാലൻ CPMന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്തേണ്ടയാളാണ്. CPMലെ കടുത്ത ജാതി വിവേചനം അവസരം നിഷേധിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. ബാലൻ പറഞ്ഞു, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തരം നയിക്കുക എന്ന്. അതോടുകൂടി മാറാട് കലാപം ആവർത്തിക്കുമെന്ന്. ജമാഅത്തി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും 2ാം മാറാടും എന്നല്ല ഉണ്ടാവുക. അക്ഷരാർത്ഥത്തിൽ കേരളീയ സമൂഹം ഞെട്ടിപ്പോയി. BJP പോലും മാറാട് കലാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനേക്കാൾ ശ്രദ്ധ കാണിക്കാറുണ്ട്. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയത്തിലെ ഒരു പരാമർശവും കമ്മ്യൂണൽ ഹാർമണിയെ ബാധിക്കരുതേ എന്ന് BJP പോലും പരിഗണിക്കുമ്പോഴാണ് ബാലൻ അത് ബോധപൂർവം പറയുന്നത്. ബാലന് നാക്കുളുക്കല്ല എന്നും പിണറായി പറഞ്ഞു പറയിപ്പിച്ചതാണെന്നും വ്യക്തമാണ്. എന്തായാലും ജമാഅത്ത് ഇസ്ലാമി ഈ പരാമർശങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് സംഗതി വഷളാക്കിയിട്ടുണ്ട്. ബാലനും പിണറായിയും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദ പ്രസ്ഥാനമാണെന്നും അതിനോട് സഹകരിക്കുന്ന UDF മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് പിണറായിയുടെ വാദം. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല,
വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ പിണറായിയോട് ചോദിച്ചു, 2009-ലും 2011-ലുമൊക്കെ നിങ്ങൾ കൃത്യമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ചോദിച്ചു വാങ്ങിയില്ലേ? 96-ൽ മാത്രമല്ല 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ച LDF ആയിരുന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 124 മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി LDF പിന്തുണച്ചിട്ടുണ്ട്. KPA മജീദ് നിയമസഭയിൽ മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ മൃദു ഹിന്ദുത്വ സമീപനമാണ്, ഹിന്ദുത്വ കക്ഷികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുകയാണെന്ന്. അന്ന് LDF നിലപാട് ഇതായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും CPIM-ഓ LDF-ഓ സ്വീകരിച്ചിട്ടില്ല. ഒരു ഉളുപ്പുമില്ലാതെ പിണറായി പറഞ്ഞു, ഇല്ല, ഒരു കാലത്തും ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയിട്ടില്ലെന്ന്. എന്നാൽ പിണറായിയുടെ വാക്കുകൾ തന്നെ ഇവിടെ ചരിത്ര സാക്ഷ്യമായുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൈവരിച്ചപ്പോൾ പിണറായി ആഹ്ലാദ പ്രകടനം നടത്തിയത് ജമാഅത്ത് ഇസ്ലാമിയും PDP-യും കാന്തപുരവും ഒക്കെ പിന്തുണച്ചതുകൊണ്ടാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ മുസ്ലിമിലെ പ്രബല വിഭാഗമാണ് AP സുന്നി വിഭാഗം. അവര് കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിലുള്ള മറ്റു ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. സ്വന്തം വാക്കുകൾ പോലും പിണറായി വിജയൻ മറക്കേണ്ടി വരുന്നു. അത്രമാത്രം വർഗീയ തിമിരം പിണറായിയുടെ തലയിൽ പിടിച്ചിരിക്കുന്നു. വികസനത്തെക്കുറിച്ച് പറയാൻ പിണറായിയുടെ മുമ്പിൽ ട്രാക്ക് റെക്കോർഡില്ല. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഇതുവരെ ഒന്നും ചെയ്യാത്ത സർക്കാരിന് ജനം കൂക്കി വിളിക്കും. അയ്യപ്പനെ മോഷ്ടിച്ചതടക്കം കാട്ടിക്കൂട്ടിയ അഹങ്കാരവും ധാർഷ്ട്യവും മോഷണവുമൊക്കെ ജനങ്ങൾ ഉത്തരം പറയാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഇവിടെ പിന്നെ നുണയും വർഗീയതയും അല്ലാതെ പിണറായിക്ക് എന്തു പറഞ്ഞാണ് വോട്ട് പിടിക്കാൻ കഴിയുക?